കുറേ നാളുകൾക്ക് ശേഷമുണ്ട് ഈ സിന്ധു കൃഷ്ണ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് തൻ്റെ ഫാമിലിക്കെതിരെ എപ്പോഴും നോക്കിയാലും ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റുകളും അതോടെ തന്നെ ഭയങ്കരമായിട്ടുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയത്തില്ല. ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ആൾക്കാർക്കുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കി പൊയ്ക്കൂടെ, എന്തിനാണ് ഞങ്ങളെ വിഷയത്തിൽ ഇതേ കണക്ക് തലയിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സിന്ധു കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഇതിന് മാത്രം ഉണ്ടെങ്കിൽ ഇതിന് മാത്രം നെഗറ്റീവുള്ള കമൻസും കാര്യങ്ങളും പറയാൻ വേണ്ടി ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഇതേകണക്കുള്ള മെയിനായിട്ടുള്ളൊരു നെഗറ്റീവുള്ള കാര്യങ്ങൾ വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുടുംബം തന്നെയാണ്. ഇവർ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ എടുത്ത് ഇടുന്നതായിരിക്കും. ഒന്നെങ്കിലുണ്ടെങ്കിൽ ഇത് കണക്ക് സാരിയുടെ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇഷ്യൂ ഇടുന്നത്. അതിനെക്കുറിച്ചായിരിക്കും ആൾക്കാർ പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ സിന്ധു കൃഷ്ണയൊക്കെ തന്നെയാണ് വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ ഒരുപാട് നാളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുമുണ്ട് ഇപ്പോഴും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഇതെനിക്ക് നെഗറ്റീവായുള്ള ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതെന്നും സാമാന്യമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവർ ചെയ്തത് കാര്യം കൊണ്ട് അവർ ബാക്കിയുള്ളവർ പറയുന്നത്, അത്രയേ ഉള്ളൂ. അതിന് ഇത്രമാത്രം ചോദിക്കാൻ പറയാനും ഒരു കാര്യവുമില്ല.